അതെ, വ്യാപകമല്ലെങ്കിലും ചെറിയ തോതിലെങ്കിലും ഉണ്ടാകുന്നത് വിഷമകരമാണ്. അതിൽ ജനങ്ങളുടെ പ്രയാസം, പ്രത്യേകിച്ച് ഫുട്ബോൾ ആരാധകരുടെ പ്രയാസമൊക്കെ നന്നായിട്ട് ഞാനും മനസ്സിലാക്കുന്നു. അത് ഒഴിവാക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തി. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ രാജ്യത്തൊട്ടാകെ ഉണ്ടായ ഒരു പ്രതിഭാസമാണ് പസഫിക് സമുദ്രത്തിലുണ്ടായ എൽനിനോ പ്രതിഭാസം. അതുകൊണ്ട് രാജ്യത്തൊട്ടാകെ ഉഷ്ണതരംഗം വർദ്ധിച്ചു. അതിന്റെ ഫലമായിട്ട് വൈദ്യുതിയുടെ ഉപയോഗം ഇന്ത്യ രാജ്യത്തൊട്ടാകെ കൂടി. നമ്മൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമ്മൾ കൂടുതൽ ഷോർട്ടേജ് വന്നപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ കടം വാങ്ങിയിരുന്നു. അത് ജൂൺ 15 കേരളത്തിൽ മഴ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ജൂൺ 15 ശേഷമാണ് നമ്മൾ അത്തരം പച്ചക്കടം വാങ്ങിയത് മടക്കി കൊടുക്കേണ്ടത്. അതിപ്പോ നമുക്ക് മടക്കി കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് രാജ്യത്തൊട്ടാകെ വന്ന വലിയ സമ്മർദ്ദം, ഉഷ്ണതരംഗം വർദ്ധിച്ചത്, അതുവഴി വൈദ്യുതിയുടെ ഉപയോഗം കൂടി. എല്ലാ സംസ്ഥാനങ്ങളും ഈ പ്രതിസന്ധി അല്ലെങ്കിൽ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുന്നു. നമ്മൾ മടക്കി കൊടുക്കാനും കൂടെ നിർബന്ധമാണ്. മറ്റൊരു കാര്യം, നമ്മളുടെ സോളാറൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് പകൽ സമയത്താണ്. രാത്രിയിലാണ് നമുക്ക് ഏറ്റവും വലിയ ക്ഷാമം നേരിടുന്നത്. നമ്മളെ ജലസംഭരണിയിലേക്ക് കൊല്ലം മഴ കുറഞ്ഞതുകൊണ്ട് കഴിഞ്ഞ ജൂൺ മാസം പകുതിയിൽ നമ്മളുടെ ജലസേചന പദ്ധതികളുടെ ജലസംഭരണിയിൽ 47%, സംഭരണശേഷിയുടെ 47% ജലം വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് 21 കുറഞ്ഞു. ഈ രണ്ട് പ്രയാസങ്ങളാണ്. ഒന്ന്, രാജ്യത്തൊട്ടാകെ ഉണ്ടായ ഊർജ്ജ പ്രതിസന്ധി, കേരളം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വാങ്ങിയത് മടക്കി കൊടുക്കൽ, നമ്മുടെ ജലസംഭരണിയിലെ വെള്ളം കുറഞ്ഞത്, ചൂട് കൂടുമ്പോഴുള്ള ഉപയോഗം കൂടുന്നത്. അതുകൊണ്ടാണ് ചെറിയ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. അത് കഴിയുന്നത്ര കുറയ്ക്കാൻ, മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങുന്നത് കൂടുതലാക്കാൻ പരമാവധി പരിശ്രമിക്കുകയാണ്. ലഭ്യത കുറവാണ്. കാരണം നമുക്ക് വാങ്ങാവുന്നതിന് എത്രയാണെങ്കിൽ പോലും 10 രൂപ കൂട്ടി വാങ്ങാൻ പറ്റില്ല. അപ്പൊ എല്ലാ സംസ്ഥാനങ്ങളും, ചില സംസ്ഥാനങ്ങൾ പകലും വാങ്ങുകയാണ്. നമുക്ക് പകല് വാങ്ങേണ്ട ആവശ്യകതയില്ല. അതുകൊണ്ട് ലഭ്യത അനുസരിച്ച് കിട്ടാവുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്നും സംഭരിക്കുന്നതിന് വേണ്ടി, വാങ്ങുന്നതിന് വേണ്ടി നമ്മളുടെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരുടെയും അതുപോലെ പുതിയ സെക്രട്ടറി ചുമതല ഏറ്റെടുത്തു. സെക്രട്ടറിയും ഞാനും ചീഫ് എഞ്ചിനീയർമാരും 2 വട്ടം തിരുവനന്തപുരത്ത് ചർച്ച നടത്തി. ഇതിലെ ജനങ്ങളുടെ പ്രയാസം പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നു. അത് പരിഹരിക്കാനുള്ള കഴിയാവുന്ന എല്ലാ നടപടികളും തുടരുന്നതാണ്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മുടെ കാലാവസ്ഥ ഇത്ര മോശമാകും. ജൂൺ മാസത്തിൽ നമുക്ക് പകുതിയോടുകൂടി കടം വാങ്ങിയത് തിരികെ കൊടുക്കാവുന്ന ധാരണയിലാണ് നമ്മൾ ഏപ്രിലും മാർച്ചിലും കടം വാങ്ങിയത്. അത് തിരികെ കൊടുക്കേണ്ടതും അഡീഷണൽ ആയിട്ട് നമുക്ക് വൈദ്യുതിയുടെ ഉപയോഗം വന്നതുമാണ് ഈ പ്രതിസന്ധി. ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. അല്ല, ഇത് മനസ്സിലാക്കണമല്ലോ. ഇത് മനസ്സിലാക്കിയാൽ കഴിഞ്ഞ പ്രാവശ്യം ഏപ്രിലും മാർച്ചിലും കടം വാങ്ങിയത് സർക്കാരിന്റെ വീഴ്ചയാണെന്ന് പറയാൻ പറ്റുമോ? ആ കടം വാങ്ങിയത് മടക്കി കൊടുക്കേണ്ടത് പുതിയ സർക്കാരല്ലേ? അത് സർക്കാരില്ലല്ലോ, ബോർഡല്ലേ. ഏത് സർക്കാർ എന്നുള്ള വ്യത്യാസമില്ലല്ലോ. ആ സർക്കാർ കേരള ഗവൺമെന്റ് അല്ലേ, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡാണല്ലോ കടം വാങ്ങുന്നത്. അത് മടക്കി കൊടുക്കണല്ലോ. അത് പ്രതീക്ഷിച്ച മഴ കിട്ടുന്നില്ല, രാജ്യത്തൊട്ടാകെ കിട്ടുന്നില്ല. അതിന്റെ ഭാഗം കേരളത്തിൽ പ്രത്യേകിച്ച് ഏറ്റവും വലിയ റെയിനി സീസണാണ്. ആ സീസണിൽ മഴ കിട്ടാത്തതാണ് പ്രധാനപ്പെട്ട കാരണം. എന്റെ മുൻപിൽ അങ്ങനത്തെ യാതൊരു ഫയലും ഇതുവരെ വന്നിട്ടില്ല. ഞാനിപ്പം വാർത്താമാധ്യമങ്ങളിൽ നിന്ന് അങ്ങനെ ഗവൺമെന്റ് ഫോർമേഷന് മുൻപായിട്ട് കരാർ നടപടികളുമായിട്ട് മുന്നോട്ട് പോയി എന്ന് പറഞ്ഞു. അതും വേറൊരു കാര്യം, മുൻ ഗവൺമെന്റാണ് കരാർ ക്ഷണിച്ചത്. അതിന്റെ പ്രോസസിംഗ് ആണ് നടന്നിട്ടുള്ളത്. അതെന്താണ് തിരക്കുണ്ടായിരുന്നോ, അതിലെന്തെങ്കിലും ചട്ടവിരുദ്ധമായിട്ടോ നിയമവിരുദ്ധമായിട്ട് നടപടികൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അതിലെന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം താങ്കൾ ഇപ്പോഴും ചുമതലയിൽ ഇരിക്കുകയാണല്ലോ. മന്ത്രി എന്ന പദവിയിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായും KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുമെന്ന് നേരത്തെ കരുതപ്പെട്ടിരുന്നു. ഇതുവരെ അതിലൊരു മാറ്റം ഉണ്ടായിട്ടുമില്ല. എന്താണ് അങ്ങനെ തുടരുന്നതിൽ? അത് ഞാൻ ഈ ഫ്ലക്സ് ബോർഡ് വെക്കുന്നത് ആരാന്ന് പറയാൻ പറ്റില്ലല്ലോ. നല്ല ഉദ്ദേശത്തിൽ വെച്ചതാകാം, മോശം ഉദ്ദേശത്തിൽ വെച്ചതാകാം. ഞാന് 2 ചുമതലയും വഹിച്ചു പോകാനുള്ള എന്റെ പ്രയാസം തന്നെ ഞാൻ തക്ക സമയത്ത് നേതൃത്വത്തെയും KPCCയുടെ യോഗത്തിലും അറിയിച്ചിട്ടുണ്ട്. എന്നോട് എപ്പോൾ പകരം ആളെ നിയമിച്ച് എപ്പോൾ ചുമതല കൈമാറണം എന്ന് പറഞ്ഞാലും ആ സെക്കൻഡിൽ ഞാൻ തയ്യാറാണ്. ഇപ്പൊ ജോലിഭാരം കൂടുതലാണോ? എല്ലാ സഹകരണമുണ്ട്, എല്ലാവരുടെയും സഹകരണമുണ്ട്. മന്ത്രിയുടെ ചുമതലകൾ അല്ല, KPCCയിൽ എല്ലാ നേതാക്കന്മാരുടെയും സഹകരണമുണ്ട്. ഞാൻ തിരുവനന്തപുരത്തുള്ള ദിവസങ്ങളിൽ KPCCയിൽ കുറച്ച് സമയം പോകാറുണ്ട്.
പഴയതുപോലെ കൂടുതൽ സമയം പോകാറില്ല. പക്ഷെ തിരുവനന്തപുരത്ത് കൂടുതൽ സമയമുണ്ട്. എനിക്ക് സഹപ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും നല്ല പിന്തുണ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്നാൽ ഫുൾ ടൈമറാകും. അപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചു, കർണാടകത്തിലെ DK ശിവകുമാർ മുഖ്യമന്ത്രിയും KPC പ്രസിഡന്റുമായിട്ട് പോയല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നിൽക്കുന്നില്ല. ഐ എം റെഡി ടു ക്വിറ്റ് അറ്റ് എനി ടൈം. അതൊക്കെ ഹൈക്കമാൻഡ് വളരെ ആലോചിച്ച് ഉചിതമായ തീരുമാനം എടുക്കും എന്നാണ് എന്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. നമുക്കറിയാലോ, ഇപ്പൊ മറ്റ് സംസ്ഥാനങ്ങളിലെ കാര്യങ്ങളുണ്ടായിരുന്നു, രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളുണ്ടായിരുന്നു, എല്ലാം മുന്നോട്ട് നീങ്ങി. ഇപ്പം ഫ്ലക്സുകളിൽ ഉയരുന്ന ഒരു ആവശ്യം MP-മാരെ ഒന്നും ആക്കരുത്, കാരണം ഒരാൾക്ക് ഫ്ലക്സുകള് ഇതൊക്കെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടിക്കകത്ത് പറയാമല്ലോ. KPCC യോഗം ചേർന്നതല്ലേ, ആരും പറഞ്ഞില്ല, ഒരു സെക്കൻഡ് പോലും പറഞ്ഞില്ല. നേതാക്കന്മാർക്ക് പറയണമെങ്കിൽ ഇനി ഫ്ലക്സി പറയേണ്ടതില്ല. ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടെങ്കിൽ എന്നോടല്ല മറ്റ് നേതാക്കന്മാരുണ്ട്. AICCയുടെ നമ്മുടെ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാജി തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. KC വേണുഗോപാൽ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പലപ്പോഴും കേരളത്തിലുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ എപ്പോഴും അവൈലബിൾ ആണ്. ഇവരോടൊക്കെ സംസാരിക്കാൻ രമേശ് ജി, വർക്കിംഗ് കമ്മിറ്റിയിലെ സീനിയർ മെമ്പർ രമേശ് ജി ഉണ്ട്, മുഖ്യമന്ത്രിയുണ്ട്. ഇവരോടൊക്കെ സംസാരിക്കാം. ഫ്ലക്സിന്റെ ആവശ്യമില്ല. ഇനി ഫ്ലക്സിനെയും നമ്മൾ പരിഗണിക്കും. നമ്മളെ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്ന ഒറ്റയ്ക്കല്ല, എല്ലാ ചുമതലകളിലും ഞാൻ ഒറ്റയ്ക്കല്ല. മന്ത്രി എന്ന നിലയിലും KSCBയുടെ നല്ല ടീം വർക്കുണ്ട്. പുതിയ ബോർഡ് മെമ്പർമാരുൾപ്പെടെ വന്നിട്ടുണ്ട്. പുതിയ സെക്രട്ടറി രാജമാണിക്യം ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. ആ ചുമതല നിർവഹിച്ചു പോകുന്നു. കുറെ കാര്യങ്ങൾ പഠിക്കണം. ആ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി സമയം ചെലവഴിച്ചു പോകുന്നു. KPCCയിലെ ചില സമയക്കുറവുണ്ട്, അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അതിനെ AICC എടുക്കുന്ന നല്ല തീരുമാനത്തോട് പൂർണ്ണമായിട്ടും സഹകരിക്കും.